നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ് കാണ്ടമാലിലെ ഒരു ദേവാലയത്തിന് മുകളിൽ കയറി കുരിശ് തകർക്കുന്ന ഒരു വ്യക്തി. കയ്യിലിരുന്ന കൂടം കൊണ്ട് കുരിശ് തകർക്കുക മാത്രമല്ല, അവിടെ മറ്റൊരു കൊടി അയാൾ ഉയർത്തുന്നുമുണ്ട്. 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഹൃദയത്തിൽ ഇന്നും ആ ഓർമ്മകളുണ്ട് കാണ്ടമാലിലെ ക്രൈസ്തവർക്ക്. കത്തിപ്പോയ ദേവാലയങ്ങളും ക്രിസ്തീയ ഭവനങ്ങളും, ഒരു പറ്റം അക്രമികളുടെ ക്രൂരമായ വേട്ടയാടലിൻ്റെ ഓർമ്മകൾ. ഭയം കൊണ്ട് ഓടിയൊളിച്ച കാട്ടിൽ നിന്നും മടങ്ങി വരുമ്പോൾ കാണുന്നത് സങ്കടകരമായ കാഴ്ചകൾ. ഒഡീഷയിലെ കത്തോലിക്ക ദേവാലയത്തിലെ വികാരി ഫാദർ സോണി സിറിയക്കിൻ്റെ വാക്കുകൾ. 2008 ഓഗസ്റ്റ് 25 ഈ ദേവാലയം ഇവിടെ തല്ലി തകർത്തു. ലക്ഷ്മാനന്ദ സരസ്വതിയുടെ മരണത്തിന് അനുബന്ധിച്ച് അത് ക്രിസ്ത്യാനികളാണ് അദ്ദേഹത്തെ വധിച്ചതെന്ന് ആരോപിച്ച് ഈ നാട്ടിൻപുറത്തുള്ള എല്ലാ പള്ളികളും തകർത്ത സന്ദർഭത്തിൽ നമ്മുടെ മുനികുട ദേവാലയം അവർ കത്തിച്ചു നശിപ്പിച്ചു. എല്ലാം സ്ട്രാറ്റജിക്കായിട്ട് അവർ ചെയ്ത കാര്യമാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ആന്ധ്രയിലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ പള്ളി പുനരുദ്ധരിക്കുമെന്ന് എനിക്കൊരു മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ്. 2009 ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ എന്നോട് ചോദിച്ച ഒഡീസയിൽ പോയി ഇവിടെ നേരത്തെ വന്നിരുന്ന ഒരു അച്ഛനെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമേ തിരസ്കരിച്ചെങ്കിലും 2 ദിവസം കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞ് ഞാൻ റെഡിയാണ് പോകാനായിട്ട്. എങ്കിലും ഇവിടെ വന്ന് പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2009 ഡിസംബർ മാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഈ പള്ളിയും പരിസരമെല്ലാം കാണുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ കത്തിച്ചാമ്പലാക്കി ചാരം മാത്രമുണ്ടായിരുന്ന ഒരു പ്രതീതിയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു റിപ്പോർട്ട് ഞാൻ പ്രൊവിൻഷ്യലിന് അയച്ചു. ഇവിടെ നമുക്ക് ഏറ്റെടുക്കാം. ബിഷപ്പും നമ്മളോട് ചോദിക്കുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന്. 1 മാസം കൊണ്ട് എഗ്രിമെൻറ്റുമായി 2010 ജനുവരി 27 ഇവിടെ ഞങ്ങൾ ഓക്യുപ്പൈ ചെയ്തു. ഡോൺ ബോസ്കോ സഭ, ഹൈദരാബാദ് പ്രൊവിൻസിൻ്റെ ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഇവിടെ ഓക്യുപ്പൈ ചെയ്തു. വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും, ഞങ്ങൾ 3 അച്ഛന്മാരുണ്ടായിരുന്നു, 3 പേർക്കും വളരെ സങ്കടമായിരുന്നു. പള്ളി മുഴുവൻ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ കുരിശ് മാത്രം ഉണ്ടായിരുന്നു. കുരിശിൽ 2 കാലും 1 കൈയും ഇങ്ങനെ തൂങ്ങിക്കിടന്നു. ഇത് കണ്ട് കാഴ്ച കാണുന്നവരെല്ലാവരും കരയിപ്പിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം കത്തിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓരോന്നോരോന്ന് ഞങ്ങൾ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. സക്രാരി എല്ലാം കുത്തിപ്പൊളിച്ച് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയവർ. അവർ സ്ട്രാറ്റജിക്കായിട്ടാണ് എല്ലാ ഡിസ്ട്രക്ഷനും ചെയ്തിരുന്നു. ഒരു ഗ്രൂപ്പ് പോയി മുഴുവൻ ഡിമോളിഷ് ചെയ്ത് അങ്ങ് പോവുക, തല്ലി തകർത്തങ്ങോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ്. ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി മുഴുവൻ തല്ലി തകർക്കുന്ന പരിപാടിയായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ. രണ്ടാമത്തെ ഗ്രൂപ്പ് വന്ന് ഇതെല്ലാം റബിൾസ് എല്ലാം കൂടെ കൂട്ടി പള്ളിയുടെ നടുക്കോ അല്ലെങ്കിൽ റൂം ഉണ്ടെങ്കിൽ റൂമിൽ നടുക്കിടുക. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് വന്ന് പെട്രോൾ ഒഴിക്കുക, ഗ്യാസ് കുറ്റിയെല്ലാം എടുത്തു കൊണ്ടുവന്ന് നടുക്ക് കൊണ്ടുവന്നിട്ട് കത്തിക്കുക. ഇതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. ആൾക്കാർ 10,000-20,000 ആൾക്കാർ ഇവിടെ വന്നിരുന്നു ഇതിന്, ഈ പള്ളി തകർക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഒരു പയ്യൻ പള്ളിയുടെ മുകളിൽ കയറി, പിനക്കളിൽ കുരിശിൻ്റെ മുകളിൽ കയറി ഒരു ചെറിയ മഴു എടുത്ത് ആ കുരിശ് തകർക്കാനായിട്ട് നോക്കി. കൊട്ടി 2-3 പ്രാവശ്യം ഒട്ടും നടന്നില്ല. പിന്നെ താഴ്ന്ന് ഒരു സാഫ്രൻ ഫ്ലാഗ് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അവൻ ആ ഫ്ലാഗ് എടുത്ത് കെട്ടാനായിട്ട് നോക്കിയപ്പോൾ കയർ കൊണ്ടുപോയില്ല. പുള്ളിയുടെ ലുങ്കി എടുത്ത് അവൻ സാഫ്രൻ ഫ്ലാഗ് കുരിശയിൽ കെട്ടിവെക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം അവനെ ഒന്ന് കണ്ട് പരിചയപ്പെടാം, ഒരു ശാന്തി സംബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്കൊരു പ്രചോദനം കിട്ടി. അപ്പം ഞങ്ങൾ ആൾക്കാരോട് ചോദിച്ചു അവനെ കാണാൻ വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവന് അസുഖമായിട്ട് കിടപ്പാണ്. കുറേ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചെന്നും കേട്ടു. അതുകൊണ്ട് അവനുമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ഈ പള്ളി തകർപ്പോൾ ഒരു പയ്യൻ മുകളിലേക്ക് കയറി താഴെത്തൊട്ട് ഗ്രില്ല് പോലത്തെ വെന്റിലേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം തകർത്ത് മുകളിലേക്ക് പോയപ്പോൾ ഈ താഴത്തെ എല്ലാം കുറേ തകർത്തു കയറാനായിട്ട്, കുരിശിൻ്റെ മുകളിൽ കയറാനായിട്ട്. ആ തകർത്ത ഭാഗങ്ങൾ ഞങ്ങൾ കല്ലുകൊണ്ട് അടച്ച് കർത്താവിൻ്റെ രൂപം, കർത്താവ് പിള്ളേരുടെ കൂടെ ഇരിക്കുന്ന ആ രൂപം അവിടെ സ്ഥാപിച്ചു. ആ കുരിശിൻ്റെ മുകളിലാണ് ആ പയ്യൻ കയറി സാഫ്രൻ ഫ്ലാഗ് കെട്ടിയതും ലുങ്കി കൊണ്ട് അത് കെട്ടി ഉറപ്പിച്ചത്.
ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന ഒന്നാണ്, പള്ളിക്ക്, നമ്മുടെ സഭയ്ക്ക് എത്ര അടി കിട്ടിയാലും അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോലെ 2-3 വർഷം കൊണ്ട് ഈ പള്ളിയും കാര്യങ്ങളും പള്ളിക്കൂടമായി, സെമിനാരിയായി. ഇപ്പോൾ 15 വർഷമായി ഞാൻ ഓൾറെഡി 2 അച്ഛന്മാര് ആയി ഇവിടെ ഞങ്ങളുടെ സഭയിൽ. ഇപ്പോൾ 3 പേര് ഡീക്കൻസ് അച്ഛന്മാരുണ്ട്. ഇങ്ങനെ പള്ളി വളർച്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ ആൾക്കാരും, ഞങ്ങൾ 5 കുടുംബത്തെ തുടങ്ങിയതാണ്, ഇപ്പം 350 കുടുംബമുണ്ട് ഈ പരിസരങ്ങളിലെല്ലാം. എല്ലായിടത്തും സഭ ഇങ്ങനെ വളരുന്നു. ഒരു അദൃശ്യ ശക്തി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ധൈര്യം തരുന്നത്. സഭ തളരുന്നില്ല. എത്ര അടി കിട്ടിയാലും മുമ്പോട്ട് തന്നെ സഭ പോകും. കർത്താവിൻ്റെ രാജ്യം വിശാലമായിട്ട് പടരും. ഒരു 50 കിലോമീറ്റർ റേഡിയസിൽ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനം നടത്തുന്നു. ഇവിടെയെല്ലാം സഭ വളരുന്നു.